അവർ 1000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് രാവിലെ തന്നെ വരുന്ന സമയത്ത് തുടങ്ങുമ്പോൾ ഒരു ചായയും സ്നാക്സ് എന്തെങ്കിലും കൊടുക്കണം. പിന്നെ ഉച്ചക്ക് അവർക്ക് നല്ലൊരു ഫുഡ് കൊടുക്കണം. ഭാര്യക്കും ഭർത്താവിനും. ഒരു ഭാര്യ ഭർത്താവിൽ നിന്നായിട്ട് 1000 രൂപയാണ് വാങ്ങുന്നത്. പിന്നെ വൈകുന്നേരം വീണ്ടും സ്നാക്സ് കൊടുക്കണം. പിന്നെയും മറ്റ് ചില കാര്യങ്ങൾ കമ്മിറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ കമ്മിറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ ഭാര്യക്കും ഭർത്താവിനും കൂടെ ആയിട്ട്, ഭാര്യ 1000 ഭർത്താവ് 1000 അല്ല, എല്ലാവർക്കും കൂടി കമ്മിറ്റി വാങ്ങുന്നത് 1000 രൂപയാണ്. പിന്നെ വലിയ ഹാളും സൗകര്യവും ഉണ്ട്, അവർക്ക് വലിയൊരു വാടക കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ധാരാളം. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു സംഗതിയല്ല. ഇത് നിങ്ങളിപ്പോൾ നിങ്ങളെ കുടുംബത്തിന് ഒരു പ്രശ്നം, നിങ്ങളെ കാര്യത്തിലൊരു കൗൺസിൽ ചെയ്യാൻ നിങ്ങൾ 3000, 4000, 5000 കൊടുത്ത് നിങ്ങൾ കൗൺസിൽ ചെയ്യും. അതൊറ്റ കൗൺസിലിംഗ് കൊണ്ട് അത് തീരുകയും ചെയ്യും. അതേസമയത്ത് ഈ ഒരു കമ്മിറ്റി നിങ്ങളെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുകയാണ്, നിങ്ങളെ ഏറ്റെടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സീരിയൽ നമ്പർ ഉണ്ടാവും. an എക്സാമ്പിൾ, നിങ്ങൾ 110ാമത്തെ നമ്പർ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളാണ്. അതിന് ആ കമ്മിറ്റി നിങ്ങളുടെ അഡ്രസ്സിൽ പിന്നീട് നിങ്ങൾക്ക് നമ്മളൊരു കാർഡ് തരും, ഒരു ഐഡൻറ്റിറ്റി കാർഡ്. അതായത് നിങ്ങൾ ഇതിലെ അംഗമാണ്. നിങ്ങൾ ദാമ്പത്യ സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന് കഴിയാവുന്നതിൻ്റെ പരമാവധി ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കൃത്യമായി ചെയ്തു തരും, ചില കാര്യങ്ങൾക്ക് അഡ്വൈസ് ചെയ്തു തരും. ചില കാര്യങ്ങൾ ഫിസിക്കലി കാര്യമാണ്, അത് ഇന്നാലിന്ന അടുത്ത് ഡോക്ടറെ കാണിക്കലായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയും. അതായത് ഇത് ഈ ഒരു മീറ്റിങ്ങിൽ മാത്രം തീരുന്നൊരു പ്രശ്നമേ അല്ല. പകരം നിങ്ങളെ കുടുംബത്തെ നമ്മളുടെ ഒരു വിശാലമായ ഒരു കുടുംബത്തിൽ നിങ്ങൾ അംഗമാവുക. അപ്പം നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പൊതുവായി പറയേണ്ട കാര്യങ്ങളെല്ലാം പറയും. ചില കാര്യങ്ങൾ പൊതുവായി പറയാൻ പറ്റൂല. ഉദാഹരണം, നിങ്ങളുടെ ചില സെക്ഷൽ കാര്യങ്ങൾ അത് രഹസ്യമായി പറയേണ്ട വിഷയമുണ്ട്. ഇതിലൊന്നും പെടാത്ത ചില പ്രശ്നങ്ങളുണ്ടാവും. അത് സ്വകാര്യമായി നിങ്ങൾക്ക് എന്നോട് വന്ന് പറയാം. ഇപ്പോഴും പറയുന്നവരുണ്ട്. ഈ വിഷയത്തിൽ അനവധി എക്സ്പീരിയൻസ് എനിക്ക് എന്നെ അറിയുന്നവർക്കറിയാം. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഉദാഹരണങ്ങൾ ഈ സദസ്സിലുണ്ട്. ഈ സദസ്സിൽ ഉള്ള ആളുകൾക്ക് പരിഹാരം ഞാൻ പറഞ്ഞു കൊടുക്കുകയും പിന്നെ അത് സക്സസ് ആയിട്ടുണ്ട്. ഈ സദസ്സിലുണ്ട് ആൾ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് പല പ്രശ്നങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് സ്വകാര്യമായി നിങ്ങൾക്ക് ഈ കമ്മിറ്റിയോട് ഫോൺ ചെയ്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ഒന്ന് അറിയിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ആളുടെ നമ്പർ നിങ്ങളെ കയ്യിൽ ഉണ്ടാവുമല്ലോ, ആ നമ്പറിൽ വിളിച്ച് ഞങ്ങൾ ഇത്രാം തീയതി ഒന്ന് വരുന്നുണ്ട്, ഉസ്താദിനെ പേഴ്സണലായി കാണേണ്ടതുണ്ട്, ഞാൻ ചില വിഷയങ്ങൾ പറയണം. ആയിക്കോട്ടെ, വരാം, നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് പറയാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓക്കെയാണ്, പക്ഷേ അതേ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് തമ്മിൽ അഭിനിവേശമോ താല്പര്യമോ വികാരമോ ഒന്നുമില്ലാത്തതല്ല, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലോ പലപ്പോഴും. പല കാര്യങ്ങൾ, ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യും. സെക്സ് അതിൽപ്പെട്ടൊരു കാര്യമാണ്, അതും ഇതിൽ ചർച്ച ചെയ്യും. അതേസമയത്ത് അതിൻ്റെ ചില പൊതുവായി പറഞ്ഞു കൊടുക്കേണ്ടത് മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കും. സെക്സ് മാത്രമല്ല, പലതും പറഞ്ഞു കൊടുക്കും, സെക്സും പറഞ്ഞു കൊടുക്കും. അതൊക്കെ ദീനിൻ്റെ വിഷയങ്ങൾ പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ചില സന്ദർഭത്തിൽ നിങ്ങൾക്കത് പൊതുവായി പറഞ്ഞാൽ മതിയാവൂല. ഞങ്ങൾക്കിത് ചില വിഷയങ്ങളുണ്ട്, എന്താണ് അതിന് പരിഹാരം? ആ പരിഹാരം പറഞ്ഞു കൊടുക്കും. ആ പരിഹാരം നിങ്ങൾക്ക് മതിയാകും. ചിലപ്പോൾ അതുമ്മലും നിൽക്കാത്തതാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ പിന്നെ ആ പ്രശ്നം 2 കാരണങ്ങളായിരിക്കാം. ഒന്ന്, നിങ്ങൾക്കുള്ള ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ, ദുർബലത, തളർച്ച. അതിന് നിങ്ങൾ സമീപിക്കേണ്ടത് ഇന്നാലിന്ന വകുപ്പിലുള്ള ഡോക്ടറെയാണ്. നല്ല ഒരാളെ നിങ്ങൾ കണ്ട് ആ പ്രശ്നം പരിഹരിച്ചാൽ നിങ്ങളെ പ്രശ്നം പരിഹരിക്കും എന്നതിനൊരു ഉഷാറത്ത് അവർക്ക് കൊടുക്കും. അതായത് 90% ഇതുകൊണ്ട് തീരേണ്ടതായിരിക്കും. ചില ആളുകൾ എങ്ങാണ്, ഒരു വ്യക്തി എങ്ങാണ്, പക്ഷെ അതേ സമയത്ത് അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കാരണം അവർക്ക് അമിതമായ തളർച്ച അനുഭവപ്പെടുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ കാരണം ഫിസിക്കലി കാരണമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഇന്നാലിന ഡിപ്പാർട്ട്മെൻറ്റിൽ പറ്റ നല്ലൊരു ഡോക്ടറെ, മനസ്സിലായോ, പറഞ്ഞു കൊടുക്കും. നല്ല ഡോക്ടർ, ഇൻഷാ അല്ലാഹ് ഈ സംബന്ധമായാലൊക്കെ ഇത്തരം കാര്യങ്ങൾ സമീപിക്കാവുന്ന നല്ല ഡോക്ടർമാരുടെ ലിസ്റ്റ് ഇതോടനുബന്ധിച്ച് പിന്നീട് സ്വകാര്യമായി കാണുമ്പോൾ പറയേണ്ടത് അത്തരം ഘട്ടത്തിൽ പറയേണ്ടി വന്നാൽ ആ പേര് പറഞ്ഞു കൊടുക്കും. ഒന്ന്, ചില ആളുകളെ പ്രശ്നം അതും ആവില്ല. ചിലപ്പോൾ അവർ തമ്മിലുള്ള
സ്വരച്ചേർച്ച ഇല്ലായ്മ, ഷണ്ട, ഇതിനൊക്കെയുള്ള ചിലപ്പോഴുള്ള കാരണം സിഹറായിരിക്കും. അത് വലിയൊരു ശതമാനത്തിന് വരുന്നുണ്ട്. കണ്ണേറ്, സിഹിർ. ഇപ്പം ഭാര്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നാൽ കോട്ടുവായ വരിക. എൻ്റെ അടുത്ത് വരുന്ന ചില കേസുകളാണ് ഞാനീ പറയുന്നത്. ഞാനിത് ഇന്നൊന്നിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്നെ അറിയാലോ. എൻ്റെ ഈ 25 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങൾക്കും പലരും സമീപിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഭംഗിയായി പോവുകയും ചെയ്തിട്ടുണ്ട്. ആ കോട്ട് ഭാര്യ ഭർത്താവിൻ്റെ അടുത്തേക്ക്, ഭാര്യ ഭർത്താവിൻ്റെ കയ്യിലൊന്ന് തൊട്ടാൽ തളർച്ച വരിക, അല്ലെങ്കിൽ കോട്ടുവായ വരിക. എന്തായിരിക്കും കാരണം പലപ്പോഴും പൈശാചികമായിരിക്കും. ആ പൈശാചികം പല കാരണങ്ങൾ കൊണ്ടുവരാം. ഈ പിശാചിന് അത് ഒരു ലോകമാണ്. ചിലപ്പോൾ എന്തായിരിക്കും കാരണം? സിഹിർ. ചിലപ്പോൾ ഈ കുട്ടിക്ക്, ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ പിശാചും ഉണ്ടാവും. ചിലപ്പോൾ കുളത്തുനിന്ന് കൂടിയതായിരിക്കും. അപ്പോൾ ഭർത്താവിനെ കണ്ടാൽ സ്വയം തളർത്തും. പിശാചിന് ചില മർമ്മങ്ങൾ അറിയും. ആ മർമ്മത്തിൽ തൊട്ടാൽ ദുർഗന്ധം വരും നിങ്ങളുടെ ബോഡിയിൽ നിന്ന്. പിന്നെ ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവ് വരുമ്പോൾ ഭാര്യയിൽ നിന്ന് ദുർഗന്ധം വരിക. എന്നാൽ അടിസ്ഥാനപരമായി ഈ സ്ത്രീക്ക് ദുർഗന്ധേ ഇല്ല. എന്തായിരിക്കും ഇതിന് അടിസ്ഥാന കാരണം? പിശാച്. അത് ചിലപ്പോൾ ഈ കുട്ടിക്ക് നേരത്തെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തോ മറ്റോ ഈ കുട്ടിയെ കാമിച്ച പിശാചുണ്ടാവും. ആ കുട്ടിയെ ഇപ്പോഴും ആ പിശാച് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ഇനി അവനെ ഒഴിവാക്കി വിടണം. അതിനത് പിശാചിനെ ഒഴിവാക്കാനുള്ള കൈക്രിയകൾ ചെയ്യണം. ഒക്കെ കൃത്യമായതേ ചെയ്യൂ. നിങ്ങൾ പേടിക്കണ്ട. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും പൊതുവേ ഞാൻ നേരിട്ട് ചെയ്യാറില്ല. ഞാൻ ആരെയും ഏൽപ്പിക്കും. വളരെ കൃത്യമായി ജനുവിനായി ചെയ്യുന്നു. അതിൻ്റെ പേരിലൊക്കെ ജീവിച്ചു പോകുന്ന 100 കണക്കിന് കുടുംബം നമ്മളെ കൂടെ ഉണ്ട്. ചിലപ്പോൾ എന്തായിരിക്കും പ്രശ്നം? ചിലപ്പോൾ പ്രശ്നം ആ സ്ഥലത്തിൻ്റെ പ്രശ്നമായിരിക്കും. ഒരു വീട് വെച്ചു. ആ വീട് വെച്ചതിന് ശേഷം സന്തോഷത്തിൽ ഒരു രാത്രി ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ കിടന്നുറങ്ങാൻ കഴിയില്ല. ആ മുറിയിൽ കയറുന്നതോടുകൂടെ രണ്ടാളും നിസ്സാര കാര്യത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എന്തായിരിക്കും അവിടെ കാരണം? പിശാച്. മനസ്സിലാണ്ട പറയാം. അവർ പലതും മുടക്കും. നിങ്ങളെ ലൈംഗിക ബന്ധം മുടക്കും, നിങ്ങളുടെ പലതും കൊടുക്കും, തളർച്ച ഉണ്ടാക്കും. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല. പിന്നെ ഭാര്യ ഈ ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നാൽ ഭാര്യയിൽ ദുർഗന്ധം ഉണ്ടാവുക. എന്നാൽ ഈ പെണ്ണ് നല്ല പെണ്ണാണ്, അതേസമയത്ത് ദുർഗന്ധം ഉണ്ടാക്കിക്കും. ആര്? പിശാച്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. അതായത് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിന് പരമാവധി ബാക്കിയാണല്ലോ. അതായത് നിങ്ങൾക്ക് ഒരു അഡ്വൈസർ ആവുകയാണ് ഇവിടെ നിങ്ങൾ ഉസ്താദ്. എന്ത് കാര്യത്തിൽ? എന്തിലും. എന്തൊക്കെ നിങ്ങൾക്ക് പറയാം, എന്തു പറയാം, എന്ത് പറയാം. ഒരു ഫോളോ അപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ നമ്മൾ പരമാവധി യോജിപ്പിക്കാവുന്നതിന് പരമാവധി യോജിപ്പിക്കും. അതിനുശേഷം ഇതിൽ നിങ്ങൾ അംഗമാവുമ്പോൾ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവും. ആ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആ കാർഡും കൊണ്ട് എപ്പോഴും നമ്മളെടുത്ത് സമീപിക്കാം. ഞങ്ങൾ അങ്ങനെയൊക്കെ ആയി, പക്ഷെ ഞങ്ങളുടെ പ്രശ്നം തീരുന്നില്ല ഉസ്താദെ. അപ്പോൾ കാരണങ്ങളുണ്ടാവും. ആ കാരണം കണ്ടെത്തും. ഇൻഷാ അല്ലാഹ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്. ആയിരങ്ങളുണ്ട്. പിന്നെ ചില ആളുകളെ പ്രശ്നം കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ കോൺസെൻട്രേഷൻ കുട്ടികളെ നോക്കലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അത്രയും വളരെ ആത്മാർത്ഥമായി കേൾക്കേണ്ട വരികൾ കേൾക്കാൻ കഴിയാതെ പോവും. കുട്ടി അവിടുന്ന് ബഹളം വെക്കും. ശരി, നിങ്ങൾ കുട്ടികളെ കൊണ്ടുവന്ന് ഒരു വിരോധമല്ല. ആ കുട്ടിയെ നോക്കാൻ പുറത്ത് ടെൻറ്റും സൗകര്യവും ഒക്കെ ഉണ്ടാവും. പരമാവധി നമ്മൾ ചെയ്യാവുന്ന ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏട്ടത്തിയോ അഞ്ചത്തിയോ ഓർ നിങ്ങളെ ഉമ്മയോ അല്ലെങ്കിൽ വല്യമ്മയോ അല്ലെങ്കിൽ ഒരു ആയ തൽക്കാലം കുട്ടി നോക്കാൻ വേണ്ടി നിങ്ങളും പോരി. നിങ്ങൾക്ക് വൈകുന്നേരം നമ്മൾ 500 റുപ്യ എന്നാൽ സാധുക്കളായ പെണ്ണുങ്ങൾ കിട്ടൂലേ. നിങ്ങളെ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്നോളൂ. അവർക്കുള്ള ഭക്ഷണത്തിന് നിങ്ങൾ ഒന്നും തരണ്ട. നിങ്ങളെ കുട്ടികളുടെ ഭക്ഷണം അവിടെ ഉണ്ടാവും. അതിന് നിങ്ങൾ അഡീഷണൽ ഒന്നും തരണ്ട. നിങ്ങൾ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടും അല്ല. വലിയൊരു പൈസ അവിടെ ചെലവ് വരും എന്നതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ പേരിൽ ഒരു പിരിവ് നടത്താൻ പറ്റൂല. എന്തുകൊണ്ട്? ഇത് നിങ്ങളുടെ പ്രശ്നമല്ലേ. അപ്പം നിങ്ങളെ പ്രശ്നത്തെ നിങ്ങൾ തന്നെ ഭാഗഭാക്കാവണ്ടേ. അതുകൊണ്ടാണ് ഞങ്ങൾ ദമ്പതികൾക്കുള്ള കപ്പിൾസ് മീറ്റ് നടത്തി അതിലേക്ക് നിങ്ങളൊരു 50,000 തരുന്നൊരു മനുഷ്യനോട് പറയാൻ പറ്റൂല. ഇത് വേറിട്ടൊരു പരിപാടി. നമ്മളെ യൂത്ത് മീറ്റ് വരുന്നുണ്ട്.
യൂത്ത് മീറ്റിൽ ഇതൊന്നും ചർച്ച ചെയ്യൂല. സെക്സോ കുടുംബോ ബന്ധമൊന്നുമില്ല. യൂത്ത് മീറ്റിൽ എന്താ ചർച്ച ചെയ്യുക? നമ്മുടെ യുവാക്കൾ ലിബറലിസത്തിലേക്കും ഏത്തിസത്തിലേക്കും പോകാതിരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതിന് നമ്മൾ പിരിവർത്തും. അതിന് ആരും ഒന്നും തരണ്ട, അതിനൊരു ഫീസ് തരണ്ട. അത് എന്താണ്? അത് സമൂഹത്തിൻ്റെ പൊതുവായ മതപരമായ കാര്യമാണ്. ഇത് നിങ്ങളെ പ്രശ്നമാണ്. നിങ്ങളൊരു കൗൺസിലറെ കാണാൻ പോയാൽ ആ കൗൺസിലർക്ക് നിങ്ങൾ ഫീ കൊടുക്കണമല്ലോ. എന്തൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം? 10,000, 10,000, 25,000 കൊടുത്താൽ തീരുവില്ല നിങ്ങളെ പ്രശ്നം. അവർ നിങ്ങളോട്ട് ഏറ്റെടുക്കില്ല. അതേ സമയത്ത് നിങ്ങൾക്ക് ഈ ID കാർഡ് ഉണ്ടാവും. ഈ ID കാർഡ് കൊണ്ട് എപ്പോഴും നിങ്ങൾ വെറുതെ അതിനായിട്ട് മെനക്കെടരുതേ ഉള്ളൂ. നിങ്ങളിന്നും നാളെയൊക്കെ ID കാർഡ് കൊണ്ട് വരരുതേ ഉള്ളൂ. നിങ്ങൾക്ക് ജനുവിനായ നിങ്ങളെ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യും. അത് നിങ്ങൾ ആ ID കാർഡുള്ളവർ ഈ കുടുംബത്തിൽ, ഈ കപ്പിൾസ് മീറ്റിൻ്റെ ഒരു കുടുംബം ഉണ്ടല്ലോ, ആ കുടുംബത്തിൽ അംഗമായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ സമൂഹത്തിന് വേണ്ട നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങളത് ഗൗരവമായി മനസ്സിലാക്കണം. ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ പിശാചായിരിക്കും. അവിടെ വരെ ഇൻഷാല്ലാ ചികഞ്ഞ് കണ്ടെത്തും. എൻ്റെ അടുത്ത് വന്ന ആളുകൾ ഒരു വരവ് 2 വരവ് വരുമ്പോഴത്തിന് എന്താണ് നിങ്ങളെ പ്രശ്നം ഞാൻ അവർക്ക് പറയാറുണ്ട്. ആ പ്രശ്നങ്ങൾ തീർക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതിൽ 90% തീരാറുണ്ട്. പിന്നെ ബാക്കി ആണല്ലോ. അപ്പോൾ ആശുപത്രി, മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അവിടെ പോയിരുന്നവർ മുഴുവനും കൂടി ജീവിക്കൂലല്ലോ, കുറച്ച് മരിച്ചു പോകില്ലേ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരാൾ ഞാനവിടെ പോയിരുന്നു പക്ഷേ എൻ്റെ പ്രശ്നം തീർന്നില്ല, അത് റയർ കേസായിരിക്കും. അങ്ങനെ ഉണ്ടാവാം. നമ്മൾ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർ ദുർബലരാണ്. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ ഒന്നായി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യും. ഇത് കേവലം ഒരു ക്ലാസ് അല്ല, ഇതിൽ അഡ്വൈസ് ഉണ്ടാവും, ഇത് ക്ലാസ് ഉണ്ടാവും, ഇതിൽ ക്ലാസ് ഉണ്ടാകും. ക്ലാസ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ക്ലാസ് പരുവത്തിലല്ല, ഇതൊരു ട്രീറ്റ്മെൻറ്റാണ്. ഏകദേശം ട്രീറ്റ് ചെയ്യേണ്ടത് മനസ്സിനെയാണ്. അതിൻ്റെ അപ്പുറത്തുണ്ടാവും. മനസ്സിലാണ്ടോ പറഞ്ഞത്? പിന്നെ പൊതുവായ ഒരു സമൂഹത്തിനിടയിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു തരുന്നതിന് എനിക്ക് കഴിയില്ല. അതേ സമയത്ത് ബേസ്മെൻറ്റ് അതിൽ പൂർണ്ണമായി നിങ്ങൾക്ക് കിട്ടും. അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അത് പിന്നെ കുട്ടികളെ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പിന്നെ ഒരു പേന അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പേനയും ഒരു പാഡും എന്തെങ്കിലും നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ നിങ്ങൾ പകർത്താം. അതിൽ പ്രശ്നം വലിയൊരു ശതമാനത്തിൻ്റെയും ഒരു 60-70% പ്രശ്നം അതോടുകൂടെ തീരും. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രശ്നമുള്ളവരുണ്ടാവും. അത് ഫിസിക്കലി പ്രശ്നങ്ങളായിരിക്കും. അവർ സ്വകാര്യമായി പിറ്റേന്നോ ആ ആഴ്ചയോ നിങ്ങൾ ഇന്നെ വന്ന് കാണണം. ആ കുട്ടികളോട് പറഞ്ഞാൽ മതി. അവർ നിങ്ങൾക്ക് ഡേറ്റ് തരും. നിങ്ങൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഉസ്താദ് വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ദാറുൽ ഖുർആനിലുണ്ടാവും, ഒന്ന് പോയി കണ്ടാളി. സ്വകാര്യമായി നിങ്ങൾക്ക് എന്നോട് പറയാം. അപ്പോൾ ഇതാണ് പ്രശ്നം, അത് ശരി, ഇനി ഇങ്ങനെ ചെയ്താൽ മതി. അതിൻ്റെ പ്രശ്നവും തീരും. ഒരു 10%, 5% ഫിസിക്കലി പ്രശ്നങ്ങളായിരിക്കും. അത് തീർക്കും. ഡോക്ടറെ കണ്ടാണെങ്കിൽ അത് പറയും. ശരി, അതിലും തീരാത്ത പ്രശ്നങ്ങളുണ്ടാവും. ചില 10-20% പൈശാചികം. അതിലൊരു ഡോക്ടർക്ക് പറഞ്ഞേക്കൂല. അതിനുള്ള ചില ഉപദേശങ്ങളും കാര്യങ്ങളും ചെയ്തു തരും. ആ പിശാചിനെ ഒഴിവാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് അതും പറഞ്ഞുതരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% നിങ്ങൾക്കിതിൽ ലാഭമാണ്. ഇപ്പോൾ ഗൾഫുകാർ എന്താ ചെയ്യേണ്ടത്? ഗൾഫുകാർ ലീവ് എടുത്ത് വരണം. നിങ്ങളെ ഭാര്യയും വരണം. നിങ്ങൾക്കൊരു ടിക്കറ്റിന് പൈസ ചെലവായാൽ നിങ്ങൾക്ക് അതിലും വലിയ ലാഭം ഇതിൽ കിട്ടും. ഒരു കാരണവശാലും ഇത് സോഷ്യൽ മീഡിയ കയറ്റൂല. എന്തുകൊണ്ട്? ഇത് കുട്ടികൾ കേൾക്കേണ്ട വിവരങ്ങളല്ല. അങ്ങനെയൊക്കെ നിർബന്ധ സാഹചര്യത്തിലുണ്ടെങ്കിൽ കേൾപ്പിച്ചോട്ടെ. അവർ സദസ്സിലിരുന്നുകൊണ്ട് ഫോൺ തുറന്നു വെച്ച് ഭർത്താവിന് അതിലൊന്നും വിരോധമല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇത്തരം ടോക്കുകൾ യാതൊരു കാരണവശാലും പുറത്തു പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വികൃതികൾ കാണിച്ചാൽ അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങൾ കുടുങ്ങും, ദുന്യാവിലും കുടുങ്ങും. കളിച്ചാൽ കുടുങ്ങും, ഉറപ്പായിട്ട് കുടുങ്ങും. ഇതിനൊക്കെ ചില സോഴ്സുകളുണ്ട്. എല്ലാം കൂടെ എനിക്ക് നിങ്ങളോട് പറഞ്ഞുതരാൻ കഴിയില്ല. മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഉപയോഗിച്ചോളൂ. മൊബൈൽ സൈലൻ്റ് ആക്കി വെച്ചാളേ. റെക്കോർഡ് അങ്ങനെയൊന്നും ഇപ്പം നമുക്ക് ചെയ്യാൻ വകുപ്പില്ല. അതേ സമയത്ത് റെക്കോർഡ് ചെയ്യരുത്.
ആരും കളയരുത്. ആ കുട്ടികളില്ലാത്ത ദമ്പതികളെ ഒരു തരം പ്രശ്നങ്ങളൊക്കെ ഇതിൽ തീരും. പിന്നെ മക്കളില്ലാത്തവർക്ക് അതിനാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് മക്കളില്ല, എന്താ ചെയ്യേണ്ടത്, എന്താ ഞങ്ങളെ പ്രശ്നം? ഒരു ദിവസം നോക്കി പേഴ്സണൽ വന്നോട്ടെ, അന്ന് സൗകര്യം ഉണ്ടാവില്ല എന്നുള്ളൂ. അതിന് കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ ഉദാഹരണം, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, ഫിസിക്കലി പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ കുട്ടികളുണ്ടാവുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ പൈശാചികമായിരിക്കും. പല കാരണങ്ങളുണ്ട് പലതും. ഇപ്പം ചില സ്ഥലങ്ങളിൽ പെൺകുട്ടികളെ ഉണ്ടാവൂ, ആൺകുട്ടികളുണ്ടാവില്ല, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അതിന് ചില പണികൾ ചെയ്താൽ, ചില പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് അതിൻ്റെ പിന്നിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പലതും. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, പലതും. ഇതെല്ലാം ഫിറ്റാണെങ്കിലും കുട്ടികളുണ്ടാവില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാരണങ്ങൾ, ഇതിനൊക്കെ പരിഹാരം അനുഭവിച്ച ആളുകൾ. അപ്പോൾ ആൺകുട്ടികളില്ല, എനിക്ക് ആൺകുട്ടികൾ ഉണ്ടാകണം എന്ന് എന്നോട് വന്ന് ഈ കാലത്തിനിടയിൽ പറയുകയും നീ ഇന്നാലിന്ന കാര്യം ചെയ്യ് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ പേരിൽ ആൺകുട്ടികൾ ഉണ്ടാവുകയും ചെയ്ത അനുഭവം ഈ ക്ലാസ്സിലുണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ, നിങ്ങൾ അനുഭവസ്ഥരാണല്ലോ. അത് ഫലിക്കാതിരിക്കാൻ നമ്മൾ മനുഷ്യന്മാരാണ്. അതിൻ്റേതായ ചില മരുന്നുകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും അതിൽ ഫലം ഉണ്ടാവാറുണ്ട് എന്നാണ് നമ്മളെ അനുഭവം. അങ്ങനെയാണ്, 100% എന്ന് പറയില്ല, അനുഭവം അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ, ഇത് നിങ്ങൾക്കുള്ള ഇതെന്താണ്, നിങ്ങൾ ബേജാറാവണ്ട. ഇത് കേവലം ഒരു ക്ലാസ് അല്ല, ഇത് നിങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തലാണ്. ഒന്ന് നിങ്ങൾ പോലെ ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വെച്ചാൽ വണ്ടിയിൽ പുതിയ എന്തെങ്കിലും സാധനം കൂട്ടുമോ? പറയും. വണ്ടിക്ക് പുതിയതായി മരുന്ന് കൊടുക്കുമോ? വണ്ടിയുടെ ഡയറക്ഷൻ തെറ്റിയിട്ടുണ്ടാവും. ആ ഡയറക്ഷൻ വൃത്തിയാക്കിയാൽ തന്നെ അലൈൻമെൻറ്റ് ക്ലിയറായി. ഇനി ഒരു 4 കുഴിയിൽ ഒന്നിച്ച് ചാടിയാൽ മാത്രം അലൈൻമെൻറ്റ് നോക്കിയാൽ മതി, ശരിയല്ലേ? അപ്പം ഇവിടെ ഡയറക്ഷൻ ക്ലിയർ ആക്കിയാൽ മതി. ഇതൊരു അലൈൻമെൻറ്റ് ക്ലിയർ ആക്കലാണ് നിങ്ങളെ ഒരു ചെക്ക് ചെയ്യലാണ് ബസ്. അപ്പോൾ നിങ്ങൾ ഡയറക്ഷൻ കൃത്യമാക്കി തരും. നിങ്ങളെന്തുകൊണ്ടാണ് ആരാൻ്റെ പെണ്ണുങ്ങളെ നോക്കുന്നത്? നിങ്ങളുടെ ഡയറക്ഷൻ തെറ്റിയതാണ്, അലൈൻമെൻറ്റ് തെറ്റിപ്പോയതാണ്. നിങ്ങൾ അടുത്ത വീട്ടിലെ പെണ്ണിനെ നോക്കുന്നു, അടുത്ത വീട്ടിലെ ചങ്ങായി നിങ്ങളെ ഭാര്യനെ നോക്കുന്നു. നിങ്ങൾക്കത് നോക്കാതെ ചെയ്യാം, ഓൻ ഇങ്ങോട്ട് നോക്കാതെയും ചെയ്യാം. എന്താ കാരണം? രണ്ടാളെയും അലൈൻമെൻറ്റ് തെറ്റിയിട്ടുണ്ട്. ഞാൻ അലൈൻമെൻറ്റ് ലെവലാക്കി തരാൻ. മക്കൾ നാശാകാനുള്ള അടിസ്ഥാന കാരണം മാനസികാരോഗ്യം ഉമ്മാക്കും പാപ്പാക്കും ഇല്ലാത്തതാണ്. പിന്നെ രണ്ടാമത്തെ ഒറ്റ ഓപ്ഷൻ പിശാച്. അത് ഞാൻ വഴിയും പറഞ്ഞുതരും. ഒരു കുടുംബത്തിലെ മക്കൾ നാശം, ഇപ്പം മക്കൾ ലഹരിക്കടിമ. എന്താ കാരണം? അടിസ്ഥാന കാരണം മാനസികാരോഗ്യം ആർക്കില്ല? മാതാപിതാക്കൾക്കില്ല. അതാണ് ആദ്യം ലെവലാണ്ട്. അതൊക്കെ ലെവലായിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇതാണ് അവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം ക്ലിയറായിരിക്കും. അത് ചെയ്ത് ഞങ്ങളെ പ്രശ്നം തീരും. അതിൻ്റെ അടുത്ത് കള്ളു കുടിച്ച് മത്ത് പിടിച്ച് പിന്നെ ബാംഗ്ലൂരിൽ പോയി പിന്നെ റോട്ട് കിടക്കണ എൻ്റെ മകൻ പിറ്റേന്ന് സ്വാലിയായി മക്കത്തെ ഇമാമാവുന്നല്ല. അങ്ങനെ വിചാരിക്കണ്ട. നിലവിലുള്ളതിനെ തിരിച്ചുകൊണ്ടാൽ എന്താണ് നീ നോക്കേണ്ടി വരും. അതേസമയത്ത് ഇനി ഒരു കുട്ടി നാശാക്കാതിരിക്കാൻ ഏറ്റവും വലിയ വഴി നീയും നിൻ്റെ ഭാര്യയും മാനസിക ആരോഗ്യമുള്ളവരായാൽ ആ വീട്ടിലെ കുട്ടികൾ നന്നാവും, നാശാവില്ല. അപ്പോൾ കൃത്യമായ ഒരു മാനസിക ട്രീറ്റ്മെൻറ്റ് ഇതിൽ കിട്ടും, അലൈൻമെൻറ്റ് ക്ലിയറായി കിട്ടും. നമ്മൾക്ക് തന്നെ ഒന്ന് നോക്കാം, നമുക്കെല്ലാം കൃത്യമായി ആക്കിയാൽ ക്ലിയറാവും. നിൻ്റെ ഭാര്യ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ്, എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്ന് അവൾ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നീയും, ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, ഇത്ര നല്ലൊരു ഭാര്യ എനിക്ക് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നീയും, ഇത്ര നല്ല ഭർത്താവിന് എനിക്ക് കിട്ടിയല്ലോ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യത്തിന് അവളും ആ പൊസിഷനിലേക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ ആ കുടുംബം തന്നെയാണ് സ്വർഗം.
വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹ. അവിടെ സമാധാനം ഉണ്ടാവണം. സമാധാനമാണ് എന്ത്? മാർജിൻ. എന്തിൻ്റെ? കുടുംബജീവിതത്തിൻ്റെ മാർജിൻ എന്താണ്? സമാധാനം. ഇത് കുടുംബത്തിന് ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഉംറക്ക് പോകുക. അവിടുത്തെ അറബികൾ ഒരു അന്തമില്ലാത്തതുകൊണ്ട് ഒരു കേരളത്തിലേക്ക് ഇങ്ങോട്ട് നാട് വിട്ടിട്ട് പിന്നെ നാട് കാണാൻ സമാധാനത്തിന് വേണ്ടി ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകണം ഉംറക്ക്. ആർക്കും എന്തില്ല, സമാധാനം ഇവിടെ ഉണ്ടാവണ്ട് വീട്ടിൽ. അപ്പോൾ ഈ കപ്പിൾസ് മീറ്റിന് നിങ്ങൾ ഗൾഫിലുള്ളവർ ലീവ് എടുത്ത് വരികയാണെങ്കിൽ ഒരു ദിവസത്തിന് ലീവ് എടുത്തൊന്ന് വന്നോ. എത്ര ആളുകൾ 313 അള്ളാഹ് മജ്‌ലിസിൽ എത്ര ആളുകൾ ലീവ് എടുത്ത് വന്നു? എത്ര കരിപ്പൂർ ഇറങ്ങി എയർപോർട്ടിൽ ഇറങ്ങി ക്ലാസ്സിന് വന്നു, ക്ലാസ് കഴിഞ്ഞു തിരിച്ചു ദുബായിലേക്ക് പോയി. അന്ന് വൈകുന്നേരം കമ്പനിയിൽ അറ്റൻഡ് ചെയ്യണം. എത്ര ആളങ്ങനെ ചെയ്തു? അവർക്കത് ലാഭമാണ്, തീർച്ചയായും ലാഭമാണ്. അവരാരെ കേൾക്കാനാണ് വന്ന്? അള്ളാഹുവിനെ. ഇത് നിങ്ങളെ കുടുംബത്തിൻ്റെ അലൈൻമെൻറ്റ് ക്ലിയർ ആക്കി തരികയാണ്. തലേന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കും. ഇവിടുത്തെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി തരും, പേടിക്കണ്ട. ആ ലൊക്കേഷൻ വിട്ടു തരാം. ദാറുൽ ഖുർആൻ ലൊക്കേഷന് ആ പ്രോഗ്രാമിൻ്റെ അതിൻ്റെ ലൊക്കേഷനും നിങ്ങൾക്ക് വിട്ടുതരും. ഇതിവിടെ അടുത്ത് തന്നെയാണ്, ദാറുൽ ഖുർആൻ്റെ പരിസരത്ത് തന്നെയാണ് NC ഓഡിറ്റോറിയം. അപ്പം നിങ്ങൾക്ക് എല്ലാ നിലക്കും ഇത് നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു ക്ലാസ്സാണ്. ഇത് നമ്മൾ ഒരു ഏറ്റെടുക്കലാണ്. സ്വദേശപരമായി നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വന്നാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. ഒരു ദിവസത്തിന് ലീവ് എടുത്ത് വന്നാൽ അത് ലാഭമായിരിക്കും. ഭാര്യയും ഭർത്താവും വരിക, ഒന്ന് പങ്കെടുക്കുക. എന്നിട്ട് അവർ അന്ന് രാത്രി അവർ കൂടിയിരുന്ന് ആലോചിക്കുക. അതൊക്കെ ഞാൻ ലാസ്റ്റ് ഇതിൽ പറയും. ഇന്ന് രാത്രി നിങ്ങൾ കൂടിയിരുന്ന് ആലോചിക്കണം, തീരുമാനങ്ങൾ എടുക്കണം. ചില തീരുമാനങ്ങൾ എഴുതി വെക്കണം. ഇപ്പോൾ ഭാര്യ ഭർത്താവ് ചില തീരുമാനം എടുക്കണം, ചില തീരുമാനങ്ങൾ എഴുതി വെക്കേണ്ടി വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രോസസ്സിങ്ങിന് ശേഷമാണ് ഞാൻ എന്ന മനുഷ്യനുണ്ടായിരുന്നത്. ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ചില മിസ്റ്റേക്കുകൾ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ആ മിസ്റ്റേക്ക് നമ്മൾ രാത്രി ഇരുന്നിട്ട് ചർച്ച ചെയ്യും, ദീർഘമായി ചർച്ച ചെയ്യും, എന്നിട്ട് തീരുമാനത്തിലെത്തും. ആ തീരുമാനം ഗുണകരമായ തീരുമാനങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കും. അത് അലമാരയെ സൂക്ഷിക്കും. ഇടക്കിടക്ക് ചിലപ്പോൾ ആ തീരുമാനത്തിൻ്റെ ബുക്ക് അവൾ എനിക്ക് എടുത്ത് കാണിച്ചു തരും. ഞാൻ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഇത് വിരുദ്ധരായ രണ്ട് കുടുംബങ്ങളിൽ ജീവിച്ചിരുന്ന, അതായത് വിരുദ്ധ ദിശയിൽ പലപ്പോഴും, അപ്പോഴല്ലേ മനുഷ്യൻ അവരോടല്ലേ നമുക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. എൻ്റെ പെണ്ണുങ്ങളും ഇയാൾ നിനക്ക് താല്പര്യമില്ലല്ലോ, ഉണ്ടെങ്കിൽ ചിമ്മുറുക്കല്ലേ, മനുഷ്യനല്ലല്ലോ, അങ്ങനല്ലേ. അപ്പം നമ്മൾ രണ്ട് ഫാമിലി, ആ ഫാമിലിയിലുള്ള രണ്ടാൾ ഒന്നിക്കാണ്. അപ്പം സ്വാഭാവികമായി ഇവർക്കിടയിലൊക്കെ പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഇവരെന്ത് ചെയ്യണം? മനസ്സിലാക്കുകയും ഉപദേശങ്ങൾ കേൾക്കുകയും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണം. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ 100% ശരിയാവും. നിങ്ങൾ പേടിക്കണ്ട. അന്ന് പരിപാടി വരുന്ന ആളുകൾക്കും രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അന്ന് വന്നാലും ഭക്ഷണമൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും, അതൊന്നും സാരമില്ല, അതൊക്കെ അപ്പോൾ വഴി ഉണ്ടാക്കാം. എന്താണെങ്കിലും അന്ന് രാവിലെ വന്നവർക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് അൽഹംദുലില്ലാ എല്ലാ വെള്ളിയാഴ്ചകളും ഞായറാഴ്ചകളും ഇവിടുന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. ഇനി ഇടയ്ക്കൊരു ദാറുൽ ഖുർആനിൽ വരികയാണ് എങ്കിൽ ഉസ്താദ്മാരിൽ ഏതെങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട നാസർ ഉസ്താദിനെ വേണമെങ്കിൽ നമുക്ക് ചുമതലപ്പെടുത്താം. അവർ 4-5 ദിവസം കുട്ടികൾ ഒരു ടൂറ് പോവുകയാണ്, അത് കഴിഞ്ഞാലേ ഉസ്താദ് ഉണ്ടാവുള്ളൂ, അവരെ ഏർപ്പെടുത്താം. അല്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ച ഞായറാഴ്ച എന്താണെങ്കിൽ ഒരാളുണ്ടോ, രജിസ്ട്രേഷൻ കൗണ്ടർ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പിന്നെ ഇവിടെ അതിന് വേണ്ടിയുള്ള പ്രവർത്തകന്മാർ, അവരുടെ നമ്പറുകൾ ഒക്കെ നിങ്ങൾക്ക് ഇന്നലത്തോടു കൂടെ ഉണ്ട്, അതൊന്നും കൂടി വിശദമായി ഇന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ വഴി രജിസ്റ്റർ ചെയ്യാൻ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുക. അതിനൊന്നും ഒരാൾക്ക് കഴിയില്ല എങ്കിൽ അന്ന് രാവിലെയാണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് എത്തിയത്, അന്ന് രാവിലെയാണ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയത്, അല്ലെങ്കിൽ അന്ന് രാവിലെയാണ് ഭാര്യയും ഭർത്താവ് അതിന് ബോധവാനായത്. ആയിക്കോട്ടെ, നിങ്ങൾ രാവിലെ നേരെ അങ്ങോട്ട് വന്നോളൂ. 9 മണിക്ക് ക്ലാസ് തുടങ്ങും. 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അതിൻ്റെ ഇടയിലെല്ലാം ബ്രേക്ക് ഉണ്ടാവും. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരല്പം ബ്രേക്ക് ഉണ്ടാവും. 9 മണിക്ക് ക്ലാസ് തുടങ്ങും. 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 9 മണിക്ക് ക്ലാസ് തുടങ്ങു
അതായത് നമ്മൾ ചടഞ്ഞിരുന്ന് ബുദ്ധിമുട്ടിക്കല്ല. അതിനൊക്കെ ബ്രേക്കൊക്കെ കൊടുക്കും. ഒരു 1.5 മണിക്കൂറോ മറ്റോ കഴിഞ്ഞ് ഒരു ബ്രേക്ക് കൊടുക്കും. അപ്പോൾ ഒരു ചായ എന്തെങ്കിലും ഒരു സ്നാക്സ് കൊടുക്കാൻ അത് കൊടുക്കും. നിങ്ങളെ ഒരിക്കലും വിഷമിപ്പിക്കൂല. നിങ്ങൾ അഡീഷണൽ ഒന്നും തരണ്ട. ഇത് കഴിഞ്ഞിട്ടൊരു കൈകാട്ടി പിരിവുണ്ടാവോ? ഉണ്ടാവില്ല. നിങ്ങൾ ബേജാറാണ്ട. ഇതൊക്കെ 1000 റുപ്യ രജിസ്റ്റർ ചെയ്ത് പിന്നെ അവസാനം സലാത്തിയല്ലേ പിരിവുണ്ടാവോ? എന്താ പരിപാടിയല്ല. അതിന് ദാറുൽ ഖുർആനിലേക്ക് അന്ന് പ്രത്യേകമായി പൈസ ചോദിക്കോ? ഇല്ല. ഏറ്റവും കൂടുതൽ പിരിവ് കുറക്കണം പറയുന്ന ആളാണ് ഞാൻ. നിങ്ങൾ 1000 ഉറുപ്യ കൊടുത്താൽ ഇതുമായി നിങ്ങൾക്ക് ഒരു പൈസൻ്റെ ചിലവുണ്ടാവില്ല. നിങ്ങൾ 1-2 കുട്ടികളെയും കൂട്ടി വന്നാൽ അവർക്ക് നമ്മളെ കുട്ടികളല്ലേ, അതിനെന്ത് പൈസ വാങ്ങണം? ഒക്കെ നമ്മളെ കുട്ടികളല്ലേ. ഇനി ഞങ്ങളെ പൈസ തന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ചിലവ് വന്നാൽ അത് സ്വതക്കയായി കണക്കാക്കും. നിങ്ങൾ വേറൊരു റുപ്യയും പിന്നെ തരില്ല. നിങ്ങൾക്കൊരു ഭാര്യക്കും ഭർത്താവിനും കൂടി ഇതിൽ ചിലവ് 1000 റുപ്യ. ആ 1000 റുപ്യ ഞാനും തരും. ഇതിൻ്റെ കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി മുഖാന്തരം അടുത്ത വെള്ളിയാഴ്ച കമ്മിറ്റിക്കാർ മുഴുവനും പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം, കമ്മിറ്റിക്കാരുടെ രജിസ്ട്രേഷൻ്റെ ഉദ്ഘാടനം അടുത്ത വെള്ളിയാഴ്ച പരസ്യമായി ഞാൻ നിർവഹിക്കും. എൻ്റെ 1000 റുപ്യ ഞാൻ തരും. ആരും ഇത് മജ്ജാനൻ ഒരു എന്തല്ല സംഭാവനയായിട്ട് ആരും വാങ്ങണ്ട. എല്ലാവരും 1000 റുപ്യ തരണം. ഇനി പറ്റക്കുഴഞ്ഞ ആളുകൾ 50 ദമ്പതികൾക്കുള്ള പൈസ ഞാൻ തരാം എന്നൊരാൾ സ്പോൺസർ ചെയ്യാൻ തരികയാണെങ്കിൽ ഓക്കെ. ഒന്നിനും കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ കമ്മിറ്റിക്ക് വയ്ക്കാൻ കഴിയില്ല. അത് കമ്മിറ്റി തീർത്ത് പറയാണ്. കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെയല്ലേ. കമ്മിറ്റിക്ക് വയ്ക്കാൻ കഴിയില്ല. കാരണം നമ്മളതിന് ഇല്ലാണ്, ഒന്നുമില്ല. കമ്മിറ്റിക്ക് വയ്ക്കാൻ കഴിയില്ല. ഇത് ലക്ഷങ്ങൾ ചെലവതിന് വരും. കമ്മിറ്റിക്ക് വയ്ക്കാൻ കഴിയില്ല. അതേ സമയത്ത് 25 ഫാമിലി, 50 ഫാമിലി, 10 ഫാമിലി, 5 ഫാമിലി, അതിൻ്റെ പൈസ ഞാൻ തരാൻ കൊടുക്കാം എന്നൊരാൾ തയ്യാറായാൽ അൽഹംദുലില്ലാ. മനസ്സിലായോ പറഞ്ഞത്? ആയിക്കോട്ടെ. അല്ലാതെ കമ്മിറ്റിക്ക് വയ്ക്കാൻ കഴിയില്ല. ഒരിക്കലും കമ്മിറ്റിക്ക് വയ്ക്കാൻ കഴിയില്ല. വലിയ ചെലവ് ഇതിന്മേൽ വരും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? പറഞ്ഞോളൂ. എന്തെങ്കിലും? അതെ. ഭാര്യ ഇത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമ്മൾ ജനുവരിയിലോ ലാസ്റ്റോ ഫെബ്രുവരി 1 ഇതിൻ്റെ ഏതെങ്കിലും ഒരു സെക്കൻഡ് സാറ്റർഡേ സൺഡേ കണക്കാക്കി നമ്മൾ യൂത്ത് മീറ്റ് നടത്തും. യുവാക്കൾക്ക് ഒരു ടൈം നിശ്ചയിക്കും. അതായത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ. ഉദാഹരണം ഞാൻ പിന്നെ കമ്മിറ്റി കൂടി ആലോചിക്കണം. അവർക്കുള്ള യൂത്ത് മീറ്റ് യുവാക്കൾക്ക് 2 ദിവസം. ഇതിനെന്തെങ്കിലും ഒരു പൈസ മിച്ചം കിട്ടിയാൽ അതിനുപയോഗിക്കും. അതിന് വേണമെങ്കിൽ നമുക്ക് സ്പോൺസർമാർ തേടുകയും ചെയ്യാം. എന്തുകൊണ്ട്? യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയും കൊണ്ട് അവർക്ക് അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കുക എന്നുള്ള നിലവിൽ സാഹചര്യം ഇല്ല. യൂത്തിനെ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാനുള്ള പണിയാണെന്ന് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കും. 2 ദിവസത്തെ ക്യാമ്പ് നല്ലൊരു സൗകര്യപ്പെട്ട സ്ഥലത്ത്, ചിലപ്പോൾ നല്ല കക്കാടംപൊയിലും മറ്റുമൊക്കെ നോക്കിയാൽ നല്ല റിസോർട്ട്. ആ നല്ല റിസോർട്ടിൽ നമ്മൾ നല്ല സൗകര്യമുള്ളൊരു സ്ഥലത്ത് നല്ലൊരു സൗകര്യമുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? പന്തലിട്ടോ അല്ലെങ്കിൽ സൗകര്യപ്പെടുത്തിയോ നമ്മൾ യൂത്ത് മീറ്റ് നടത്തും. അതായത് 2 പകലും നടുവിലുള്ള ഒരു രാത്രി, ഒരു സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ പകൽ, അതിൻ്റെ നൈറ്റ്, പിന്നെയുള്ള സൺഡേ പകൽ. അവരൊന്നും തരണ്ട. ആ കുട്ടികൾ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയോ? ഒന്നും തരണ്ട. ചെറിയ ഇനിഷ്യലി ഒരു രജിസ്ട്രേഷൻ ഫീ ആണെങ്കിൽ നിസ്സാരം, അതൊക്കെ അവർ തീരുമാനിക്കും. അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത. ഇനി ഒരാൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും വരാം. എന്നോട് യൂത്തായാൽ മതി. അവർക്ക് പടച്ചോനെ പറ്റി പറഞ്ഞു കൊടുക്കും. നമ്മുടെ നിലവിലുള്ള ചതികളെ പറ്റി പറഞ്ഞു കൊടുക്കും. ആ ചതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കും. 2 ദിവസം നിർത്തി ഭക്ഷണം കൊടുക്കും. അവരൊന്നും തരണ്ട. എന്തുകൊണ്ട്? നമ്മളെ കുട്ടികൾ അവരറിയാതെ നാശത്തിലേക്ക് എടുത്തു ചാടുകയാണ്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്ന ഉത്തരവാദിത്തമാണ്. അതേസമയത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ കിഡ്സ് മീറ്റ് നടത്തും. അതിന് രക്ഷിതാക്കൾ പൈസ കൊടുക്കണം. എന്തുകൊണ്ട്? ഓരോ കുട്ടിയും ഈ പറഞ്ഞതുപോലെ ആദ്യം അവർ നന്നാണ്ടേ ഉത്തരവാദിത്തം, അതിനൊരു പൈസ കൊടുക്കണം. കിഡ്സ് മീറ്റിന് നമ്മൾ പിരിവ് നടത്തൂല. സ്പോൺസർഷിപ്പ് വേണ്ട ആവശ്യമില്ല. ഒരു രക്ഷിതാവിന് ആ കുട്ടികൾ നന്നാകേണ്ട കുട്ടികളെ ഇരുത്തിയിട്ട് അവിടെ അഡ്വൈസ് കൊടുക്കുന്നത് ആർക്കല്ല? മാതാപിതാക്കൾക്കല്ല. പിന്നെ ആർക്കാണ്? കുട്ടികൾക്ക് കൃത്യമായി കിഡ്സ് മീറ്റ് നടത്തും ഏപ്രിലോ മെയ്യിലോ. ഈ കാര്യങ്ങൾ കഴിയുമെങ്കിൽ നമ്മൾ ഇൻഷാ അള്ളാഹ്. പിന്നെ അതേപോലെ തന്നെ
കച്ചവടം അധികരിച്ചൊരു കാലമാണിത്. ഏതൊക്കെ കച്ചവടങ്ങൾ അനുവദനീയമാണ്, ഏതൊക്കെ കച്ചവടം അനുവദനീയമല്ല, കച്ചവടത്തിൻ്റെ ലാഭം ആകാൻ പാടില്ല, ഈ വിഷയങ്ങളിൽ കച്ചവടക്കാരന് എടുക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു മീറ്റ് നടത്തും, ഒരു പിന്നെ മർച്ചൻസ് മീറ്റ് ഓർ അങ്ങനെ പേരിട്ടിട്ടൊരു മീറ്റ് നടത്തും നമ്മൾ. പിന്നെ ജൂണിലോ മറ്റോ ഒക്കെ ആയിട്ട് നടത്തും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് ഒരു പക്ഷേ നമ്മൾ ഈ കപ്പിൾസ് മീറ്റിന് വേണ്ടി വന്നാൽ ഈ 25-ാം വർഷം അവസാനിച്ച് 26-ാം വർഷം ഒരു പക്ഷേയും ചിലപ്പോൾ ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കുകയും ചെയ്തേക്കാം. എന്തുകൊണ്ട്? ഇതിനൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒന്നും കൂടി ഇത് ചെയ്തു കൊടുക്കണമെന്ന് പോരുകയും അങ്ങനെയൊക്കെ വന്നാൽ അപ്പം ചെയ്തേക്കാം. അതിപ്പോൾ പറയാൻ പറ്റില്ല, ചെയ്തേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, യാതൊരു കാരണവശാലും ഇത് സോഷ്യൽ മീഡിയ കയറ്റില്ല. ഇത് നെറ്റിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച ഒരാൾ ഇരിക്കേ വേണ്ട. അത് നല്ല കാര്യമാണ്. മാലിന്യ കമ്പനി ഇതിലേക്ക് സാമ്പത്തികമായി പ്രയാസമുള്ള കുടുംബം ഷണ്ട പ്രയാസം ഒക്കെ പറ്റും, നല്ല മസലാത്തും ഒക്കെ നല്ലതാണ്, എല്ലാം നല്ലതാണ്. നിങ്ങളിപ്പോൾ എൻ്റെ വിദ്യാർത്ഥികളാണ്. ഇപ്പം എനിക്ക് എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ല. എല്ലാത്തിനും അടിസ്ഥാന കാരണം 1-2 ആണ്. എല്ലാ കുടുംബത്തിനും പ്രശ്നം 2 കാര്യം തീരും. 2 കാര്യത്തിൽ തീരാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി 2 കാര്യത്തിൻ്റെയും ഉള്ളിലൊരു കാര്യമുണ്ട്, അതിന്മേൽ തീരും, പ്രശ്നങ്ങൾ തീരും. അതാണ് മർമ്മം, അത്രയേ ഉള്ളൂ. അതിന്മേൽ തീരും, എല്ലാ കാര്യം തീരും ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇതൊരു വെള്ളാണെന്നോ ഇതൊരു ക്ലാസ്സോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇത് നമ്മൾ ഒന്നിച്ച് നിന്ന് ചില കാര്യങ്ങൾ പറയാണ്. അത് നിങ്ങൾ കൃത്യമായി എഴുതി വെച്ച് കൊണ്ടുപോയിട്ട് നിങ്ങളെ വീട്ടിലിരുന്ന് ഭാര്യയും ഭർത്താവും വാതിലടച്ച് രാത്രി 1 മണിക്കൂർ നേരത്തെ വന്ന് 1 മണിക്കൂർ 2 മണിക്കൂറോ ചർച്ച ചെയ്തു. ഉസ്താദ് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളുണ്ട്. ഉസ്താദ് പറയുന്ന ആ സന്തോഷം നമ്മളെ ജീവിതത്തിൽ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരതിൽ റിവ്യൂ ചെയ്തിട്ട് റിവ്യൂ ചെയ്തിട്ട് അവരെന്ത് ചെയ്യണം? കണ്ടെത്തണം, അതൊരു എഴുതി വെക്കണം. അവിടെ നമ്മളെ പ്രശ്നം തീർന്നില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം. അപ്പം നിങ്ങളെ പ്രശ്നം അവിടെ നിന്ന് കണ്ടുപിടിച്ച് തരും, അതിന് പരിഹാരം ഉണ്ടാക്കി തരും. കഴിഞ്ഞു, ഇനി പ്രശ്നമില്ല. ഫലം ഉണ്ടാവില്ല എന്നില്ല. ഉച്ചക്കേ ഒരാൾക്ക് വരാൻ കഴിയുള്ളൂ, ഫലം ഉണ്ടാവില്ല എന്നൊന്നുമില്ല. രാവിലെ മുതൽ വന്നാൽ വളരെ നല്ലത്. ഇതൊരു അത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അന്നത്തെ പരിപാടികൾ മാറ്റിവെക്കലാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം 1-ാം സെൻറ്റൻസ് മുതലേ നിങ്ങൾ കേൾക്കണം. അപ്പോൾ അത് അത്രയും ഫലപ്പെട്ട കാര്യമാണ്. നിർബന്ധമാണ്. ഗൾഫിൽ നിന്ന് ഇപ്പോൾ 77-ാം തീയതി, ഇന്ന് എത്രാം തീയതി? ഇന്ന് ഡിസംബർ 14. ഇന്ന് ഡിസംബർ 14 എന്ന് പറഞ്ഞാൽ ഇപ്പം 10-13 ദിവസമല്ലേ ഉള്ളൂ ഇതിന്. നീ ഗൾഫിൽ നിന്ന് പോകുന്ന 2 ആഴ്ച നീട്ടിക്കളിയൊക്കെ കഴിഞ്ഞ് പോയാൽ മതി. നീ ജനുവരിയിലേ വരാൻ വിചാരിച്ചിരുന്നു, ഫെബ്രുവരിയിലേ മാർച്ചിലാണ് വരുന്നത്. അടുത്ത ആഴ്ച വാ. എന്തുകൊണ്ട്? ഇത് നിനക്ക് മുതലാവും. ഇത് പരമാവധി ഒരു 5 മണി വരെ തന്നെ കൊണ്ടുപോകും. ഒരാളുണ്ടാവില്ല. ഞങ്ങൾ എൻ്റെ തന്നെ നോക്കിയിരുന്ന പ്രശ്നങ്ങൾ ഞാൻ ഇതാണ് എന്ന് പറഞ്ഞു തരും. എന്നെ നിങ്ങൾക്കറിയാലോ, അള്ളാൻ്റെ സഹായം കൊണ്ട് നിങ്ങൾക്കിത് വെറുതെ ആവില്ല. ക്രിസ്മസ് വെക്കേഷൻ ടൈമാണ്, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളെ കുട്ടീനെ കൊണ്ടുവന്നാൽ ഒരു പ്രശ്നവും ഇല്ല. കുട്ടീനെ കൊണ്ടാതിരിക്കൽ നല്ലതാണ്. പക്ഷേ നിങ്ങളെ കൂടെ ആകരുത്. ഒരു ഉമ്മാൻ്റെയോ ആയയുടെയോ കൈ കൊടുത്തിട്ട് അന്ന് ആ സ്ത്രീക്ക് ഒരു 500 റുപ്യ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കൂടെ ലാഭം കിട്ടും. അതേസമയത്ത് മുല കുടിക്കേണ്ട കുട്ടികളാണെങ്കിൽ മുല കുടിക്കാനുള്ള ഒരു എപ്പോഴും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമ്മൾ എന്ത് കൊടുക്കും? ഒരു ബ്രേക്ക് കൊടുക്കും. അവ ചായ വെള്ളം അതൊക്കെ കൊടുക്കും. ഒന്ന് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ തിരിച്ചു വന്നിരിക്കാം. 10 മിനിറ്റ് അതിന് കുട്ടിക്ക് മുല കൊടുക്കാതെ പോരെ. മുല കുടിക്കുന്ന കുട്ടികൾക്കുണ്ടെങ്കിൽ വരാം, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഈ കാര്യം ജനം ബോധവാന്മാരാകുക, സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ തീരുക, നമുക്ക് സന്തോഷം. നമ്മൾ ഈ ലോക റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. ഇവിടെ ഇപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് പോയി. ഇനി പരലോകത്ത് നന്നായിട്ട് ഇവിടെ നന്നായിട്ട് പോയാൽ മതി. അവർക്ക് ഇവിടെ തന്നെ നന്നാണ്. നീ ലോകത്തെ സ്വർഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ്.
ഭാര്യക്ക് ഏറ്റവും വലിയ സ്വർഗം ഭർത്താവാണ്. അത് കണ്ടെത്തണം. ഞാൻ കണ്ടെത്തി തരാം നിങ്ങൾക്ക്. ഒരു കാലത്ത് ഓഷോ പറഞ്ഞിരുന്നതാണ്. ആ പണി ഒരു ഇസ്ലാമിക രംഗത്ത് അതിൻ്റെ പണി ഞാനാണ് എടുക്കുന്നത്, എനിക്കത് അറിയും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് നിങ്ങൾക്കറിയാത്ത ഈ സംബന്ധമായ പല വിവരങ്ങളും അറിയും റബ്ബിൻ്റെ സഹായത്താൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം അനുഭവിക്കുന്ന ആളാണ്. സന്തോഷം തന്നെ എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇല്ല. അത് നിങ്ങൾക്കുണ്ടാവണം എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തൊരു ദിവസം എനിക്കില്ല. എനിക്ക് ഇന്നലെ സന്തോഷം, ഇന്ന് സന്തോഷം, ഇനി നാളെ ഇന്നത്തെ കാലത്ത് എനിക്കൊന്നാം സന്തോഷമല്ലാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിലില്ല. അത് അല്ലാഹുവിൻ്റെ തൗഫീഖാണ്. അതിൻ്റെ കാരണം ഒരറിവാണ്. എൻ്റെ മക്കൾ എൻ്റെ വലിയ സന്തുഷ്ടരാണ്. എൻ്റെ ഭാര്യ, 2 ഭാര്യമാരുണ്ട്, ഭയങ്കര സന്തുഷ്ടരാണ്. എൻ്റെ അയൽവാസികൾ എന്നിൽ സന്തുഷ്ടരാണ്. എൻ്റെ ഒരു അയൽവാസി, എന്നെ അറിയുന്നൊരു അയൽവാസി, നിങ്ങൾ ഈ നാട്ടിൽ ഞാൻ കോഴിക്കോട് പോയാൽ വിരുന്നുകാരനാണ്. എൻ്റെ ഒരു അടുത്തൊരു അയൽവാസി എന്നെ പറ്റി കുറ്റം പറയൂല, ഒരിക്കലും പറയില്ല, പറയുകയില്ല. എനിക്ക് ഉറപ്പാണ് പറയില്ല. എന്തുകൊണ്ട്? അവർക്ക് എന്നെ അറിയും. ഞാൻ അവരെ ജനിച്ചു വളർന്ന അവരുടെ കൂട്ടത്തിൽ, അപ്പോൾ അവർക്ക് എന്നെ അറിയും. അത് ഞാൻ സത്യം പറയാണ്. അവരെ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവരെ കൂട്ടത്തിൽ പലരും ഉണ്ട്. ഞാൻ ഉദാഹരണം എന്നോട് പറഞ്ഞു. ഓക്കെ, അത് നമ്മുടെ സന്തോഷം നമ്മുടെ പരിസരത്തിൻ്റെ സന്തോഷമാണ്. ഒരു എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണം വീണ, മൃദംഗം, ഒരുപാട് കമ്പികളുള്ള ഒരു വാദ്യോപകരണം. അതിന് ഓരോ കമ്പിക്ക് ഓരോ ശബ്ദം, മനസ്സിലായില്ലേ? ഇപ്പോൾ ഹാർമോണിയം, അതിന് ഓരോന്നിനും എങ്ങനെ നിൽക്കുക, അതിന് ഇതിൻ്റെ ശബ്ദമല്ല, അതിൻ്റെ ഓരോന്നിനും ടച്ച് ചെയ്യുമ്പോൾ ആ ശബ്ദം, അതെല്ലാം കൂടിയതാണ് എന്ത്? സംഗീതം. മനസ്സിലായില്ല? ഒക്കെ എൻ്റെ കുട്ടിക്ക് നീ പരിഗണിക്കണം, എൻ്റെ കുട്ടിയെ പരിഗണിക്കണം, എല്ലാവരും നീ പരിഗണിക്കണം, എൻ്റെ ഭാര്യയെ നീ പരിഗണിക്കണം. ആ പരിഗണന അപ്പം അവർ നിന്നെയും പരിഗണിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം നന്നാവും. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മാനോട് ഞാൻ ഉറങ്ങാൻ കിടക്കട്ടെ, ഞാൻ ഉറങ്ങട്ടോ എന്ന് പറയാതെ ഒരു രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പം ഉമ്മാൻ്റെ സന്തോഷം എത്രയായിരിക്കും? നമ്മളിപ്പോൾ ഉമ്മ മരിക്കുമ്പോൾ എനിക്ക് 10-55 വയസ്സായിട്ടുണ്ട്. എന്നാലും ഉമ്മാനോട് ഞാൻ ഉറങ്ങാൻ പോകാട്ടോ എന്ന് പറയാതെ ഞാൻ ഉറങ്ങാൻ പോയിട്ടില്ല. അത് ഉമ്മാക്കൊരു സന്തോഷമാണ്. അപ്പം നമ്മളിപ്പം ഉറങ്ങാൻ കിടക്കാൻ ഉമ്മാനോട് പറയേണ്ടതുണ്ടോ? ഇല്ല. അതൊരു സന്തോഷം. അതാ ഞാൻ പറഞ്ഞ അത് ആ ഹാർമോണിയത്തിൻ്റെ ഒരു കമ്പിയാണ്. അവിടെ തടണം. അപ്പോൾ അവർക്ക് ഭയങ്കരമായിരിക്കും. ഓരോന്നിനും തൊടാൻ എല്ലാത്തിലും ഉണ്ട്. അത് നിൻ്റെ വീട്ടിൽ കെട്ടിട്ട പശുവിനെ നീ തൊടേണ്ടതുണ്ട്. നീ നിനക്ക് നെല്ലുണ്ടെങ്കിൽ എൻ്റെ വരുമ്പത്തൂടെ നടക്കേണ്ടതുണ്ട്. അത് അതിൻ്റെ അവകാശമാണ്, നിൻ്റെ ബാധ്യതയാണ്. നീ നെല്ലുണ്ടാക്കിയ പോരാ, അതിൻ്റെ കണ്ടത്തിൻ്റെ വരമ്പിലൂടെ 2-4 ദിവസം കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് നീന്ന്, അത് അവരെ നമ്മളെ മുതലാളിത വരുന്നത്, അത് അവരുടെ അവകാശമാണ്. അതാണ് സംഗീതം, അതാണ് ജീവിതം. എല്ലാം കൂടി കൂടുമ്പോൾ സന്തോഷകരമായ ജീവിതം ഉണ്ടാവും. അപ്പം നീ മരിക്കുമ്പോൾ അവർ കരയുന്നത് ആക്റ്റ് ആവില്ല, അതൊരു കരയലായിരിക്കും. ഇനി നമുക്ക് കരയുള്ളത് وكان لنا أبو حسن علي أبا برا ونحن له بنين. അങ്ങനെ ഒരു കവിത ഉണ്ട്. നമുക്കൊരു അലി ബിൻ അബി ത്വാലിബ് മരിച്ചപ്പോൾ സമൂഹം മുഴുവൻ പാടിയൊരു കവിതയാണത്. നമുക്കൊരു വാപ്പുണ്ടായിരുന്നല്ലോ, ഇനി ആരാളുള്ളത്? അതായത് വാപ്പ 2 കുട്ടികളെ വാപ്പ അല്ലെങ്കിൽ 3-4 കുട്ടികളെ വാപ്പയാണ്. ഇതാ നാടൊക്കെ പറയാണ് ഇത് നമ്മുടെ ഒരു വാപ്പയാണ്. അവിടെയാണ് അലിയുടെ വിജയം, അവിടെയാണ് സിദ്ദീഖിൻ്റെ വിജയം, അവിടെ നമ്മളെ മുൻഗാമികളൊക്കെ വിജയതാണ്. അപ്പോൾ വാപ്പക്ക് തങ്ങൾ മരിച്ച നമ്മളെല്ലാവരും കാര്യം നമ്മൾ വാപ്പയായിരുന്നു, അത് തൊടേണ്ടടുത്തൊക്കെ തൊട്ടു. ജീവിതം സംഗീതാത്മകമാകൽ അവിടെയാണ് സന്തോഷം. പിന്നെ ഇതൊന്നും ദഹിക്കാത്ത സാധനമുണ്ട്, അത് ഓപ്ഷൻ പുറത്തേക്ക് പോഴട്ടെ. ഇപ്പം എന്താണെങ്കിൽ എത്ര കുത്തിയിളക്കിയാലും ചില പൂളൻ്റെ ഉള്ളിൽ ഉണ്ണി ഉണ്ടാവും, അതെന്താവില്ല, അതിനാണ് തൊലാക്കുന്ന ഓപ്ഷൻ.
പിന്നെ ലാസ്റ്റ് ഓപ്ഷനാണ്. പരമാവധി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? പരമാവധി നമ്മൾ കലത്തിലിട്ട് എന്തെന്നെ വേണം? ആ കുത്തന്നെ വേണം. ചിലപ്പോൾ ചില പൂളൻ്റെ ഉള്ളിലെ ഉണ്ണി ഒരു ഇങ്ങനെ എന്താ കളറ് മാറിയിട്ട് അതൊരു വയലറ്റ് കളറാവും. കണ്ടിട്ടില്ല ചില ഉണ്ണികൾ? ആ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് പൊട്ടന്നെ ചെയ്യും, വയലറ്റ് പൊട്ടൂല. അതിനെ നമ്മൾ വലിച്ചു പുറത്ത് കണ്ടു വരും. അതിന് ഓപ്ഷൻ ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിൽ ഓപ്ഷൻ ഇല്ലാത്തൊന്നുമില്ല. എല്ലാത്തിനും ഇപ്പം നമുക്ക് തോന്നുന്നത് ഇപ്പോൾ കുടുക്കിന്ന് വലിച്ച് പുറത്തുനിന്ന്, അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാത്തിനും വലിച്ചിടാനേ ഉണ്ടാവുള്ളൂ. എൻ്റെ പെണ്ണുങ്ങൾ ശരിയാവില്ല, എൻ്റെ പെണ്ണുങ്ങൾ ശരിയാവും. ഇജ്ജാകാത്തതുകൊണ്ടാണ്. വേറെ ഒരുത്തൻ ആ പെണ്ണിനെ കെട്ടിയിട്ട് എന്ത് പറയും? അള്ളാഹു എനിക്ക് അന്ന ഭാഗ്യമാണെന്ന് പറയും. അപ്പം ഇജ്ജ് കരയേണ്ടി വരും. വേറെ ഒരുത്തൻ്റെ അടുത്ത് പോയിട്ട് ഓൻ സ്വർഗം പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് അത് നിനക്കെന്നെ കഴിയും. അപ്പം നമ്മൾ ഇതിൽ നമ്മളെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക, മനസ്സിനെ ട്രീറ്റ് ചെയ്യുക. ഇത് കേവല ക്ലാസ്സാണോ? അല്ല. ഇത് നമ്മളുള്ളൊരു കൂട്ടായ്മ. ഇതൊരു ബിഗിനിങ് സ്റ്റേജ് മാത്രമാണ് കപ്പിൾസ് മീറ്റ്. അതായത് ഇനി അതിന് ധാരാളം മുന്നോട്ട് കൊണ്ട് എവിടെ ഡാമേജ് വന്നാലും നിങ്ങൾക്ക് ഈ കമ്മിറ്റിയെ സമീപിക്കാം. അപ്പോൾ എവിടെയാണ് പ്രശ്നം, ആ പ്രശ്നം കണ്ടെത്തിയിട്ട് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ പ്രശ്നം പരിഹരിക്കും. ഇൻഷാ അല്ലാഹു തആല തൗഫീഖ്. ഇനിയൊന്നും പറയാനില്ലല്ലോ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ കപ്പിൾസ് മീറ്റ് 27-ാം തീയതിയാണ്. എത്രയും പെട്ടെന്ന് അതിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുക, എത്രയും പെട്ടെന്ന്. അതിന് ഗൾഫിൽ നിന്ന് വന്നോളി എന്നാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. രാവിലെ 8 മണിന്നാണ് പറഞ്ഞ്, 9 മണിക്ക് ക്ലാസ് ആരംഭിക്കും. 8 മണിക്ക് നിങ്ങൾ എത്തിച്ചേരുക. കാരണം രജിസ്ട്രേഷന് വേണമെങ്കിൽ ഒരു ചായ മറ്റേ കുടിക്കൽ കാര്യങ്ങൾ 5 മണി വരെ. അവസാനത്തെ ഒരു അവരൊക്കെ നമുക്കൊരു ഇൻട്രാക്ഷൻ മറ്റൊക്കെ ആയിരിക്കും. എന്നാലും പോകരുത്. എല്ലാം യോജിച്ച് കൂടി പിരിഞ്ഞ് വലിയ ദീർഘമായ ദ്വാകളോ നീട്ടി ദ്വാകളോ ദ്വാ സമ്മേളനമോ ഒന്നുമില്ല. ഒക്കെ സമയം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തും. നമുക്കൊരു ജീവിതത്തിലെ അനുഭവമായിട്ട് കണ്ണ് നിറഞ്ഞ് തിരിച്ചു പോകാൻ കഴിയണം. അതിന് അല്ലാഹു തആല സഹായിക്കട്ടെ. അപ്പോൾ നിലക്ക് തന്നെ കപ്പിൾസ് മീറ്റ് ഡിസംബർ 27-ന് NC ഓഡിറ്റോറിയത്തിൽ ദാറുൽ ഖുർആൻ്റെ പരിസരത്ത്. തലേന്ന് രാത്രി വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്.